ആക്സസ് ബാറിനെ പറ്റി മാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് അതായത് നമ്മുടെ വിരൽ കൊണ്ട് പതുക്കെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ 30 പോയിന്റ്സ് ഉണ്ട്. ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉറക്കത്തിലേക്ക് വീഴുന്നു. 32 ആണോ? ഓക്കെ. എനിക്കൊന്ന് നേരത്തെ വീട്ടിൽ 30 എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? 32 പോയിന്റ്സിൽ നമ്മൾ വെല്ല് പതുക്കെ തൊടുമ്പോഴത്തേക്ക് നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുന്നു എന്നുള്ളതാണ്. ശരിക്കും ഉറക്കത്തിലേക്ക് വീഴുന്നു എന്ന് പറയുന്നത് ബാൾസ് റൺ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവിടെ ആ ഒരു ഉറക്ക സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, അത് നമ്മൾ അധിക പേരും ഉറക്കത്തിൽ വിടുന്നത് നമ്മൾ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. കുറേ ബാർസ് റൺ ചെയ്യുമ്പോഴാണ് ഉറക്കത്തിലേക്ക് പോകുന്നതാണത്. എന്താ വെച്ചാൽ നമ്മൾ ഈ ജന്മത്തിലും പഴയ ലൈഫ് ടൈമിലും സ്റ്റോർ ചെയ്തിട്ടുള്ള ഇമോഷൻസ് അത് റിലീസാകുമ്പോൾ നമ്മൾ തന്നെ ഫ്രീ ആവുമല്ലോ. അപ്പം നമ്മൾ റിലാക്സ് ചെയ്യുന്ന ഒരു പ്രോസസ് റിലാക്സ് ചെയ്ത് പോകും. ഇത് ഏറ്റവും നമ്മൾ വർഷങ്ങളോളം മെഡിറ്റേഷൻ ചെയ്താലുള്ള ഗുണം നമുക്ക് ആക്സസ് ബാർ ചെയ്താൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ റിലാക്സേഷൻ നമ്മൾ അത്ര സുഖമാണ്. നമ്മൾ എന്നുവെച്ചാൽ ഇത് ചെയ്യുന്നതൊക്കെ ഒന്ന് കിടക്കുകയുള്ളൂ. നമ്മൾ വേണമെങ്കിൽ നമ്മൾ അവിടെ പ്രശ്നങ്ങൾ നമ്മൾ പറയണമെന്നില്ല. എനിക്കൊന്ന് ബാസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ അവരവിടെ കിടക്കുക. നമ്മൾ 1 മണിക്കൂർ 60 to 90 മിനിറ്റ്സാണ് പറയുന്നത്. 60 മിനിറ്റ്സ് ചെയ്താൽ തന്നെ അവർ റിലാക്സ് ആയിട്ട് ചിലവർ നന്നായിട്ട് അങ്ങ് ഉറങ്ങിപ്പോവും. ചിലർ എല്ലാവരും ഉറങ്ങണമെന്നില്ല, ചിലവർക്ക് ഉറക്കമുണ്ടാവില്ല. അത് മിക്കവരും ഉറങ്ങും. ഇത് റിലീസാകുമ്പോൾ അവർ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് ഉറങ്ങും. പക്ഷെ അവർ അറിയുന്നുണ്ടാവും, അവരെ കോൺഷ്യസ്നെസ് ഉണർന്നിരിക്കുന്നുണ്ടാവും. പക്ഷെ അവർ ചുറ്റുമുള്ളത് അറിയുന്നുണ്ടാവും, ഇങ്ങനെ ചെയ്യുന്നതും ഒക്കെ അവർ അറിയുന്നുണ്ടാവും. പക്ഷെ അവർ റിലാക്സ് സ്റ്റേജിലാണ് ഉണ്ടാവുക. അത് അങ്ങനെ ഉറക്കം കുറേ നേരം നീണ്ടുപോകാമോ? ചിലവർ നമ്മൾ ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വിളിച്ചാലേ എണീക്കുള്ളൂ. ചിലവർ അതിന് എണീക്കുന്നവരുണ്ട്. ചിലവർ കുറച്ച് സമയം എല്ലാവരും ഒരുപോലെ എല്ലാവരും പ്രശ്നം ഒരുപോലെ അല്ലല്ലോ. എല്ലാവരും കെയർ ചെയ്ത് ഇമോഷൻസ് ഒരുപോലെയല്ല. എല്ലാവരുടെ മുമ്പ് ഒരുപോലെ അല്ലല്ലോ. ചിലവർ കുറേ സമയം റിലാക്സ് ആണ്. രണ്ടും നല്ലതാണ്. അത് ഒരാളുടെ ആ ഇതിനനുസരിച്ചിട്ടാണ് അവർ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അവർ നന്നായിട്ട് റിലാക്സ് ചെയ്യും. ചിലവർ പാസ്റ്റ് ലൈഫൊക്കെ കാണുമെന്ന് പറയുന്നുണ്ട്. ചിലവർ കളേഴ്സ് കാണുമെന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് നല്ല ബോഡി പെയിൻ മാറി എന്ന് പറയുന്നത്. ചിലവർക്ക് ബോഡി പെയിൻ വന്നു എന്ന് പറയുന്നുണ്ട്. ആ ബോഡി പെയിൻ വരുന്നതൊക്കെ ചിലപ്പോൾ ഈ ഇമോഷൻ റിലീസ് ചെയ്ത് ഭാഗമായിട്ട് ബോഡി പെയിൻ ചിലവർക്ക് ഉണ്ടാവും. മിക്കവാറും ഞാൻ കണ്ടത് എല്ലാവരും റിലാക്സായി വളരെ ഹാപ്പി ആയിട്ട് ഇത് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ഏതോ ഒരു പുതിയ ലോകത്തിലേക്ക് വന്ന പോലെ വരുന്നതാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. എല്ലാവരും ചെയ്തു കൊടുത്തവരൊക്കെ ഇപ്പം ഇതിൽ ഗാരി ഡഗ്ലസ് സാറ് തന്നെ പറഞ്ഞത് അവർ തന്നെ ഇപ്പോഴും ബാസ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അവർ നിങ്ങൾക്ക് സമയം നിങ്ങൾ ബാസ് റൺ ചെയ്യണം. അതിപ്പോൾ നമ്മളും ചെയ്യണം. ഇപ്പം നമ്മൾ ആക്സസ് ബാർ ഫെസിലിറ്റി നമ്മളും ഇത് ചെയ്യണം. എനിക്ക് സമയം കിട്ടപ്പോഴൊക്കെ ബാസ് റൺ ചെയ്യാറുണ്ട്. എൻ്റെ മകനൊക്കെ പഠിച്ചിട്ടുണ്ട്. മകൾ ഹസ്ബൻഡൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ അങ്ങോട്ട് കണ്ടുകൊണ്ടുമ്പോൾ ബാസ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ ബാസ് പഠിച്ച് ഞങ്ങൾ കുറച്ച് പേര് അങ്ങോട്ട് കണ്ടുമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ബാസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു രസമാണ്. അപ്പം ബാസ് നമ്മൾ ഫെസിലിറ്റേറ്റർ ആയതുകൊണ്ട് എനിക്ക് ബാസ് ഉണ്ട്. നമുക്കും നമ്മുടെ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും പലതും കെയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതൊക്കെ റിലീസ് ചെയ്ത് നമുക്ക് ഈ ബാസ് റൺ ചെയ്യുന്നത് സഹായിക്കും. സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ പവർഫുൾ. ഏത് പ്രശ്നങ്ങളെയും മാറ്റാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവർ ഇന്ന പ്രശ്നങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ടാണ് ബാർസ് റൺ ചെയ്യിക്കുക. ചില കേസുകളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പറയണമെന്നില്ല, നമുക്ക് അവർക്ക് വേണ്ടത് അവിടുന്ന് റിലീസ് ആയിക്കോളും. ചിലവരുണ്ടല്ലോ അവരെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പ്രശ്നം. പക്ഷെ അവർ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് കേൾക്കും. ഇനി നിങ്ങൾ പ്രശ്നം പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് ബാസ് റൺ ചെയ്താൽ ബാസ് റൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിക്കോളും. അധികം പറയും. ചിലർ മാറിയതിന് ശേഷം പറയാം. പിന്നെ ചിലരത് എക്നോളജ് ചെയ്യില്ല. എല്ലാവരിലും മാറ്റം ഉണ്ടാവും 100%. അപ്പോൾ ഇത് ചെയ്ത് മാറ്റമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. പക്ഷേ ചിലർ എക്നോളജ് ചെയ്യില്ല, അവർക്ക് മാറ്റമില്ല. പക്ഷെ നമുക്കതിൽ പറയാൻ പറ്റും. മറ്റുള്ളവർ കണ്ടിട്ട് പറയും ഇവർക്ക് മാറ്റമുണ്ടെന്ന് മറ്റുള്ളവർ പറയും. അവർ എക്നോളജ് ചെയ്യുന്നുണ്ടാവില്ല. മാറ്റം 100% ഉറപ്പാണ്. ഇതുവരെയുള്ള കേസിൽ എനിക്ക് കണ്ടിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട്സായാലും കുറേ ആക്സസ് ബാർ പ്രാക്ടീഷണർ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് എല്ലാവരും ഇതിലും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കുക, ബാസ് ഒന്ന് റൺ ചെയ്ത് നോക്കുക. നമ്മുടെ ഇഷ്ടംപോലെ പ്രാക്ടീഷണേഴ്സ് എല്ലാ ജില്ലയിലും ഉണ്ടാവും. നമ്മുടെ ഈ accessconsciousness.com സൈറ്റിൽ നോക്കിയാൽ നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലെ പ്രാക്ടീഷണേഴ്സ് അവിടെ പോയിട്ട് ഇപ്പോൾ എല്ലാവരും ഒരാളടുത്ത് നിന്ന് വരുന്നില്ല നോക്കുക. അവിടെ ഈ ഡിസ്ട്രിക്റ്റിൽ ഇന്നയാളുണ്ട്, അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഫെസിലിറ്റേറ്റർ അതിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഈ സൈറ്റ് ചൂസ് ചെയ്ത് നമുക്ക് എവിടെയാണ് നമ്മൾക്ക് കംഫർട്ട് അവിടെ പോയിട്ട് നമുക്ക് ബാസ് നമുക്ക് ക്ലാസ് സ്വീകരിക്കാം, അല്ലെങ്കിൽ ബാസ് റൺ ചെയ്യാം. അപ്പം ഒരുപാട് ഹീലിംഗ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാമിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അങ്ങനത്തെ അനുഭവങ്ങൾ, അതായത് മാറ്റം വന്നതും അല്ലെങ്കിൽ അവർ തിരിച്ച് ആക്സസിലേക്ക് വന്നപ്പോൾ ഭയങ്കരമായ അവരുടെ കാര്യങ്ങൾ നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടന്നതും അങ്ങനെ കണ്ട ചില അനുഭവങ്ങൾ ഒന്ന് പറയാമോ? അതെ, ഒരു ഉറക്കത്തിനെതിരെ നല്ല ഈ സ്ലീപ്പ് നന്നായിട്ട് ബെറ്റർ ആകാൻ ഈ ആക്സസ് സഹായിക്കും. വർഷങ്ങളായി ഉറങ്ങാത്ത ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരൊറ്റ സിറ്റിംഗ് കൊണ്ട് തന്നെ
കൂർക്കം വലിച്ചുറങ്ങി വളരെ ഹാപ്പി ആയിട്ട്. അയാൾ ഇത്രയും വർഷം ഞാൻ ഇത്രയും സുഖമായിട്ട് ഉറങ്ങിയിട്ടില്ല. എക്സസിൻ്റെ പ്രൊസസ് എന്ന് ഉറങ്ങുന്നത് വേറെ, പക്ഷേ അത്രയും റിലാക്സ് ആയിരിക്കുണ്ടായി. പിന്നെ എല്ലാ ദിവസങ്ങളിലും സുഖകരമായ ഉറക്കം ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉറക്കത്തിൽ കുറേ കേസ് ഇപ്പോൾ എത്ര ദിവസം ഉറക്കങ്ങൾ കഴിച്ചാലും ഉറങ്ങാണ്ടാവുക. ഇപ്പോൾ ഒരു കൗൺസിലിങ് എത്ര ദിവസം, പക്ഷേ ഇത് നമുക്ക് സഡൻ റിലീസ്. പിന്നെ മാത്രമല്ല ഈ വരുന്ന കസ്റ്റമർ സുഖമായിട്ട് ഉറങ്ങിയാൽ അവർക്ക് വേണ്ടു, അവരൊന്നും ചെയ്യണ്ട, അവർ റിലാക്സ് ആയിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ബാർസിനും റിലാക്സ് ആയിട്ട് അവർക്ക് സ്ലീപ്പിന് നല്ല റിസൾട്ട് കണ്ട് വർഷങ്ങളെ സ്ലീപ്പ് ചെയ്യില്ലാത്തവർക്ക് അവർ മെമ്മറി പവർ കൂടാണിത്. കുട്ടികൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ട്. കുറേ കുട്ടികളെ ഞങ്ങൾക്ക് കസ്റ്റമറായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ പോകാൻ മടിയുള്ളത്, പഠിക്കാൻ മടിയുള്ളത്, പിന്നെ പഠിക്കാൻ മടി നന്നായി പഠിക്കുന്ന കുട്ടികളും ചില ഘട്ടത്തെത്തി അവർക്കൊരു പഠിക്കാൻ മടിയുണ്ട്. അതൊക്കെ ചില ബ്ലോക്സ് ഉണ്ടായിരിക്കും. അതായത് ഈ നമ്മുടെ ഓരോ ഡിസിഷൻസ് ആണ് ഈ ജന്മത്തിലോ പാസ്റ്റ് ലൈഫിലോ എടുത്ത. അപ്പോൾ അതൊക്കെ മാറിപ്പോകുമ്പോൾ അവർ നമ്മളിത് ചെയ്യുമ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുമ്പോഴൊക്കെ മാറുമ്പോൾ അവരെ സ്കൂളിൽ പോകൊക്കെ ഇൻട്രസ്റ്റായി. പിന്നെ അവർ ഞാൻ വാട്സപ്പിൽ ചോദിക്കും സ്കൂളിൽ പോകുന്നുണ്ടോ, അപ്പോൾ അവർ ഹാപ്പിയാണെന്ന്. എല്ലാ ചിലവർക്ക് പിന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവില്ല, ചിലവരെ കോണ്ടാക്ട് ചോദിക്കും, ഇങ്ങനെ എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ, എക്സാമൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അസുഖം ഇതൊരു മെഡിക്കൽ ടൂളല്ലാന്ന് ഗാരി ഡഗ്ലസ് പറയുന്നുണ്ട്. ഇത് മെഡിക്കൽ ടൂളല്ല, പക്ഷേ നമുക്ക് കോംപ്ലിമെൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ അത് വെച്ച് നമ്മളിത് എല്ലാ അസുഖങ്ങളും മാറ്റുമെന്ന് ആക്സസ് കൊണ്ട് പറയാൻ പറ്റില്ല. ഇതൊരു ഹീലിംഗ് ടൂളല്ല, ഇതൊരു മെഡിക്കൽ ടൂളല്ല. പക്ഷെ നമ്മളൊരു ആയുർവേദ ഡോക്ടർക്ക് ഇതൊരു പ്രോസസ്സാണ്, ടൂൾസ് ആൻഡ് പ്രോസസ്സ് അടങ്ങിയതാണ്. അപ്പോൾ നമ്മളിത് ഏത് ഡോക്ടർ, ഇപ്പോൾ അലോപ്പതി ഏത് ഡോക്ടർക്കായാലും നമുക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം ഇത് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ സംഭവം പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ലല്ലോ, പഠിച്ചിട്ട് ചെയ്തു തരണം. അപ്പോൾ അവർ പറഞ്ഞു ചെയ്തു തരണം. അപ്പോൾ ഞാൻ അത് എൻ്റെ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഇതും ചെയ്ത് കൊടുക്കും. അപ്പോൾ ആയുർവേദ മരുന്നും കൊടുക്കും, ചെയ്യും. ഓക്കെ, അപ്പോഴാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. ആയുർവേദ മരുന്ന് കഴിക്കും ഇത്. അപ്പോൾ അവർക്ക് മരുന്ന് അത്രയല്ലേ കഴിക്കണം. നമ്മൾ മരുന്ന് കുറച്ചുകൊണ്ട് മരുന്ന് എല്ലാത്തിനും പ്രാധാന്യം കേട്ടോ. മരുന്ന് പറഞ്ഞാൽ എനർജി തന്നെയാണ്, നമ്മൾ ചെയ്യുന്നത് എനർജി തന്നെയാണ്. അപ്പോൾ നല്ല മാറ്റം അപ്പോഴും ഉണ്ടായിരുന്നു. അവർക്കും ഇൻട്രസ്റ്റ്, ചിലവർക്കത് ഇൻട്രസ്റ്റ്. നമ്മളിപ്പം ആക്സസ് ബാർ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർ പറയും, ചിലർ വേണ്ട, അവർ കാര്യങ്ങൾ അറിയില്ല, ചിലർ പറയും വേണമെന്ന്, അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് നല്ല മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. ടെൻഷനൊക്കെ വളരെ പെട്ടെന്ന് പറയുന്നുണ്ട്. ഒരു 3 ദിവസം കഴിഞ്ഞ് ഞാൻ ചെയ്തത് തന്നെ വളരെ സ്ട്രെസ്സൊക്കെ അവരത്രയും ഒരു 90% ആയിട്ടുള്ള അവരെ സ്ട്രെസ്സ് റിലീസായിട്ട് അവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല പിന്നെ ഉറക്കത്തിന് ഞാൻ പറഞ്ഞു, ഉറക്കത്തിന് വളരെയധികം പ്രാധാന്യം. പിന്നെ സ്കൂൾ കുട്ടികൾക്കേറ്റവും അതുപോലെ നമ്മൾ ഒരു വീട്ടിൽ ഒരു ആൾ എങ്കിലും ആക്സസ് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഒരാൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഒരു അമ്മ പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു വൈഫ് പഠിച്ചാൽ ഹസ്ബൻഡിന് കൊടുക്കാം, വൈഫ് ഹസ്ബൻഡ് ചെയ്യാം. അവർ കുട്ടികളുണ്ട്, എന്തായാലും വീട്ടിൽ കുട്ടികളുണ്ട്, അവർക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കാം. ഈ ടൂൾസ് വേണമെങ്കിൽ പറഞ്ഞു കൊടുത്ത് ആ വീട് നമുക്ക് ഹാപ്പി ആൻഡ് പീസ്ഫുള്ളാക്കി മാറ്റമില്ലേ അല്ലേ. അപ്പം ഒരാൾ ഒരു വീട്ടിൽ പഠിച്ചിരുന്നാൽ, എല്ലാവരും പഠിക്കണം എൻ്റെ ആഗ്രഹം, എന്നാൽ ഒരു മിനിമം ഒരാളെങ്കിൽ ഒരു വീട്ടിൽ പഠിച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. ശരിക്കും ഈ ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുഖത്തൊരു പ്രകാശവും ഒരു സന്തോഷമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലേ, കുറച്ചുകൂടെ ചെറുപ്പമാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഫേസ് ലിഫ്റ്റിൻ്റെ വെച്ചാൽ ഫേസ് ലിഫ്റ്റ് ആക്സസ് ബാർ ഫേസ് ലിഫ്റ്റ് ഞാൻ 2 പഠിച്ചതാണ്. ഫേസ് ലിഫ്റ്റ് ചെയ്തെടുത്തിട്ട് റിസൾട്ട് കുറേ ഉണ്ട്. ഒരു ലേഡിക്ക് ചെയ്തപ്പം അവരെ റിലേറ്റീവിനെ പറഞ്ഞ് നിങ്ങൾ ബ്യൂട്ടി പാർലർ പോയിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. ഞാൻ പറഞ്ഞതല്ല, അവരും പറഞ്ഞതല്ല, വേറെ 3ാമതൊരു വ്യക്തിയാണ് ഇവരോട് ചോദിക്കുന്നത് ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് വന്നതെന്ന്. അവർ പക്ഷേ ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. ചിലർ വിശ്വസിക്കും എക്സസൈസ് ലിഫ്റ്റാണോ അല്ല, ഇതിനെപ്പറ്റി മനസ്സിലാകുന്നവർ മാത്രമല്ലേ. അപ്പോൾ അങ്ങനെ ഇടുന്നു. അപ്പം ഞാനിപ്പോൾ ഗുരുവായൂർ തന്നെ ഒരു ലേഡിക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ തന്നെ അവരെ മുഖം നോക്കിയിട്ട് അത്രയും നമുക്ക് ആ ഒരു 60 to 90 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ഇത് ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫേസ് മാത്രമല്ല കേട്ടോ. ഫേസ് ലിഫ്റ്റ് നമ്മുടെ ആക്സസ് ബാർ നമ്മുടെ ഈ ബീയിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ബീയിങ് ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലെ ബീയിങ്ങിന് വേണ്ടിയാണ്. ഫേസ് ലിഫ്റ്റ് കുറച്ചുകൂടി ബോഡിക്ക് വേണ്ടിയിട്ടാണ്. അതിൽ കുറച്ച് പ്രോസസ്സ് ഉണ്ട്, ബോഡി പ്രോസസ്സ് ഉണ്ട്, ഒരു 37 ബോഡി പ്രോസസ്സ് ഉണ്ട്. അത് നമ്മുടെ മോളിക്കുലാർ ലെവൽ തൊട്ടിട്ട് സെല്ലുലാർ ലെവലിൽ അതിൽ AI ഇൻഡ്യൂസ്ഡ് ആയുള്ള സംഭവങ്ങളെ വരെ മാറ്റാൻ പറ്റിയ, റിയാലിറ്റി വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ടൂൾസ് ഇതിലുണ്ട്, പ്രോസസ്സുകൾ ഈ ആക്സസ് ഫേസ് ലിഫ്റ്റിലുണ്ട്. ആക്സസ് എനർജറ്റിക് ഫേസ് ലിഫ്റ്റ് എന്ന് പറയാം. അത്രയും റിസൾട്ടാണ് അത്. ആ മോളിക്കുലർ ലെവലിൽ നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചസ് മാറ്റാൻ പറ്റും ഫേസ് ലിഫ്റ്റ്. ആ ഫേസ് ലിഫ്റ്റ് എനർജി നമ്മൾ എനർജറ്റിക്കായിട്ട് ചെയ്യാം, ബോഡി ടച്ച് ചെയ്തിട്ടും ചെയ്യാം, ടച്ച് ചെയ്യാണ്ട് ചെയ്യാം. നമ്മൾ ആക്സസ് ബാർ നമ്മൾ ശിരസിൽ 32 പോയിൻറ്റ്സ് ടച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്.
ഫേസ് ലിഫ്റ്റ് നമ്മൾ ശിരസിലതുകൊണ്ട് ബോഡിയും ടച്ച് ചെയ്യണം. പക്ഷേ ബോഡി ടച്ച് ചെയ്ത് ഈ ശിരസും ബോഡിയും ടച്ച് ചെയ്യാതെയും ആക്സസ് എനർജറ്റിക് ഫേസ് ലിഫ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പം അവർ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ കൈ വെക്കും തന്നെ എനർജി, നമ്മളിപ്പോൾ ആക്സസ് എനർജി സെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എനർജി ഫ്ലോ ചെയ്തോളൂ. ഈ പഠിക്കുമ്പോൾ അത് നമ്മളെ വീടിന് വേണമെങ്കിൽ ഈ ഫേസ് ലിഫ്റ്റ് കൊടുക്കാം, നമ്മളെ കസ്റ്റമേഴ്സ് കൊടുക്കാം, നമ്മുടെ ഓഫീസിന് കൊടുക്കാം. ആ എനർജി അത് പഠിച്ചവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അത്രയും നല്ല ടൂളാണ്. നമ്മുടെ ബോഡിക്ക് അപാരമായ കഴിവുണ്ട്. നമ്മളെ ബോഡി വേറെയാണല്ലോ, ബീങ്ങിന് അവസാനമില്ല, അത് ഇൻഫിനിറ്റാണ്. നമ്മുടെ ബീങ് നമ്മൾ അത് കഴിഞ്ഞ് ജന്മം ഇപ്പോഴും ഇനിയും തുടരും. ബീങ്ങിന് അവസാനമില്ല. പക്ഷേ ബോഡി നമ്മൾ ഈ ജന്മത്തെടുത്തതാണ്. അപ്പോൾ ബോഡിയിൽ അപാരമായ കഴിവുണ്ട്. ബോഡിക്ക് എന്ന് പറഞ്ഞാൽ അത്ര ശക്തിയുണ്ട്. നമ്മുടെ ഹീൽ ചെയ്യാനുള്ള കഴിവ് ബോഡിക്കുണ്ട്. പല കഴിവുണ്ട്. അതിലൊന്നാണ് ഹീലിംഗ് പവർ. ബോഡിക്ക് തന്നെ ബോഡി ഹീൽ ചെയ്യണം, പക്ഷേ നമ്മൾ അറിയില്ല. അത് മനസ്സിലാക്കി തരുന്നതാണ് ആക്സസ് എനർജറ്റിക് ഫേസിലൂടെ. അതുപോലെ ബോഡിയിലെ വേറെ പ്രശ്നങ്ങളിൽ നമ്മളെ പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതൊക്കെ നമുക്ക് നേടണമെങ്കിൽ നമുക്ക് ബോഡി ആവശ്യമാണ്. ഒരു ബീയിങ്ങിന് അത് പറ്റില്ലല്ലോ, ബോഡിയും കൂടി വേണം. ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പുരുഷാർത്ഥങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബോഡീനെ നമ്മൾ ആ ബോഡീനെ നമ്മൾ ലവ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, ഗ്രേറ്റ്ഫുള്ളായിരിക്കുക, അല്ലേ, ജഡ്ജ് ചെയ്തിരിക്കുക. ഇത് പറയുന്നത് ഡോക്ടർ ഡെയ്ൻ ഹീർ പറയുന്നുണ്ട് ഫേസിൽ. അത് നമ്മൾ ഒരിക്കലും ബോഡീനെ ജഡ്ജ് ചെയ്യരുത്. മറ്റുള്ളവരെക്കാൾ നമ്മൾ തന്നെ നമ്മളെ ബോഡി ജഡ്ജ് ചെയ്യും, അല്ലേ. ഓരോ കൈവേദന പറയുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യും. ഒരിക്കലും നമ്മൾ അത് മറ്റുള്ള ആരും ജഡ്ജ് നമ്മൾ ജഡ്ജ് ചെയ്യരുത്. നമ്മൾ നമ്മുടെ ബോഡിയെ ലവ് ചെയ്യുക, റെസ്പെക്റ്റ്, തടിച്ചോ മെലിഞ്ഞോ എങ്ങനെ ആയിക്കോട്ടെ, നമ്മളതിനെ ലവ്, റെസ്പെക്റ്റ് ആവുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അപ്പോൾ തന്നെ ബോഡിക്ക് തന്നെ അത് മനസ്സിലാക്കുന്ന കഴിവുണ്ട്. അപ്പം ബോഡി നമ്മളെ പ്രശ്നങ്ങൾ മാറ്റിത്തരും. അങ്ങനെ കുറേ ടൂൾസ് ഈ ആക്സസ് എനർജി ഫേസ് ലിഫ്റ്റ് ഉണ്ട്. അത്ര അപാരമായിട്ട് ഒരു ഇതാണ് ഫേസ് ലിഫ്റ്റ് ഉണ്ട്. 37 പ്രോസസ്സ് തന്നെ അതിലുണ്ട്. അതല്ലേ മോളിക്കുലർ ലെവലുള്ള ഇത് നമുക്ക് മാറ്റാൻ പറ്റും. മോളിക്കുലർ, അതുപോലെ AI ഇൻഡ്യൂസ്ഡ് റിയാലിറ്റി ഈ ആക്സസ് ഫേസ് ലിഫ്റ്റിലുള്ള എനർജറ്റിക് ഫീൽഡ് നമുക്ക് മാറ്റാൻ കഴിയും. അത്രയും ഈ നമ്മുടെ ആക്സസ് എനർജറ്റിക് ഫേസ് ലിഫ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇനി എന്താ ഭാവി പദ്ധതികളൊക്കെ എന്താണ്, പിന്നെ ഏതൊക്കെ ലെവൽസാണുള്ളത്? അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പറയാമോ? പറയാം. നമ്മുടെ ഞാനിപ്പോൾ പഠിച്ചിട്ടുള്ളത് ആക്സസ് ബാസ് പഠിച്ചു, അത് 3 പേരിൽ പഠിച്ചു. ഇപ്പോൾ ഫെസിലിറ്റേറ്ററായി. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ ഫേസ് ലിഫ്റ്റ് പഠിച്ചു, പിന്നെ ബോഡി പ്രോസസ്സ് പഠിച്ചു, ഫൗണ്ടേഷൻ കോഴ്സ് 4 ദിവസത്തെ ഫൗണ്ടേഷൻ കോഴ്സ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. എനർജി എംബഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇപ്പോഴും ആ കോവളത്തെ ക്ലാസ് ഓർക്കുമ്പോൾ ഇപ്പോഴും എനർജി ഇപ്പം ഫീൽ ചെയ്യുകയാണ്. അത്രയും നല്ല ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകളൊക്കെ ഞാൻ ബ്യൂട്ടി ഗ്യാനെ മാമിനാണ് പഠിച്ചത്. ആ ഹയർ ക്ലാസ്സൊക്കെ നമ്മുടെ കേരളത്തിലിപ്പം സർട്ടിഫൈഡ് ഫെസിലിറ്റേറ്റർ എന്ന് പറയും. അത് ബ്യൂട്ടി മാം മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ഹയർ ക്ലാസ്സൊക്കെ ബ്യൂട്ടി മാമാണ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എനർജി നമുക്ക് ഫീൽ ചെയ്യും. അത്രയും നല്ല ക്ലാസ്സാണ്. ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ വളരെ ഇനിയും ഇതിൽ കൂടുതൽ പഠിക്കണമെന്നുണ്ട്. ഇതിൽ കുറേ സിംഫണി ഓഫ് പോസിബിലിറ്റീസ്, ചോയ്സ് ഓഫ് പോസിബിലിറ്റീസ്, പിന്നെ NDTs, അങ്ങനെ കുറേ ക്ലാസ്സുകൾ ഇതിലുണ്ട്. ഇനിയും ഹയർ തലത്തിൽ പോകാനുണ്ട്. കേരളത്തിൽ തന്നെ കുറേ പഠിച്ചവരുണ്ട്, ഈ ക്ലാസ്സുകൾ പഠിച്ചവരൊക്കെ ഉണ്ട്. പിന്നെ അത് അങ്ങനെയൊക്കെ കുറേ പഠിക്കണം ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല ഈ ആക്സസിനെ പറ്റി ഇപ്പോൾ ആക്സസ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗം മാത്രമാണ് ആക്സസ് ബാർ എന്ന് പറയുന്നത്. ഒരു നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് പിന്നെ നമുക്ക് സ്റ്റെപ്പ് മുന്നോട്ട് പോകാനുണ്ട്. അപ്പം പിന്നെ നമ്മൾ പക്ഷേ ഈ ആക്സസ് ബാർ തന്നെ നമുക്ക് ലൈഫിൽ അത്രയും ഉപകാരം പറ്റും. അപ്പം മറ്റേത് കൊണ്ട് പഠിച്ചുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ എല്ലാവരും ആക്സസ് ബാർ പഠിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. എന്നുവെച്ചാൽ അത്രയും നമുക്ക് നമ്മുടെ ലൈഫ് ബെറ്റർ ആകാൻ പറ്റും, അല്ലേ. നമുക്കിപ്പം മറ്റുള്ളവരൊക്കെ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹസ്ബൻഡ്, നമ്മളെ വൈഫ്, നമ്മളെ കുട്ടികളെങ്കിലും നമുക്ക് നമ്മളെ പ്രൊഫഷൻ, അല്ലേ, നമ്മുടെ ഓഫീസിലെ ആൾക്കാർ, നമ്മുടെ ചെയ്യുന്ന ജോലിയൊക്കെ ഹാപ്പി ആൻഡ് പീസ്ഫുള്ളാക്കി മാറ്റാൻ ഇതിന് പറ്റുന്നത് നല്ലതല്ലേ, അല്ലേ. മാമിൻ്റെ ക്ലാസ് എടുക്കുന്ന രീതികളും അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ കോൺടാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലാസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? അതെ, ക്ലാസ്സുകൾ ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഫെസിലിറ്റേറ്റർ 1 വർഷം ആയിട്ടില്ല, ആകാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. എറണാകുളം, പാലക്കാട് നിന്നൊക്കെ വീട്ടിലെ ആൾക്കാർ വന്നിട്ടുണ്ട് പഠിക്കാൻ. പിന്നെ കണ്ണൂരിൽ നിന്ന് ആൾക്കാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കാൻ ആവശ്യമുള്ളവർ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊരു 1 ഡേ കോഴ്സാണ്. 6 to 8 hours ആണ് ഇതിൻ്റെ മിനിമം കോഴ്സിൻ്റെ ഡ്യൂറേഷൻ പറയുന്നത്. 1 ഡേ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ബുക്ക് മെറ്റീരിയൽസ് പിന്നെ ചെയ്യേണ്ടതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് വഴി നമ്മളെ കോൺടാക്ട് അതിനെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു
ഒരാളാണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് താല്പര്യമുള്ളെങ്കിൽ പോലും പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ആയത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് ഞാനത് ചെയ്തു കൊടുക്കാറ്. ചിലപ്പോൾ ചില ഫ്രണ്ട്സൊക്കെ ആയുർവേദ ഡോക്ടർ പഠിക്കാം, ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം, എനിക്കിത് ചെയ്യാൻ ഒരു മടി, ഒരാൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്ക് കൂടുതലാണെന്നാലും സന്തോഷം. ഓക്കെ, ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് പഠിച്ചിരിക്കുക. ഒരു ആയുർവേദ ഡോക്ടർക്ക് എന്ന നിലയിൽ എനിക്ക് എൻ്റെ പ്രൊഫഷനോടൊപ്പം ഇത് എനിക്ക് കൂടുതൽ എനിക്കിപ്പോൾ ഈ വിഷയങ്ങളിൽ താല്പര്യമെങ്കിലും ചിലവർ ആയുർവേദ വരുമല്ലോ, അവർക്ക് അതിനോടൊപ്പം ഇതും പറഞ്ഞു കൊടുക്കും, ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ ഇത് ഭയങ്കര പവർഫുള്ളാണല്ലോ എന്നൊക്കെ അത് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ് ചെയ്ത് കൊടുക്കാം. സ്റ്റേറ്റ്മെൻറ്റിനൊക്കെ 1-to-1 സെഷനായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഒരു ജീവിത വിജയത്തിനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞ് നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. നേരത്തെ പറഞ്ഞത് കൂടാതെ അതെ നേരത്തെ മാം പറഞ്ഞല്ലോ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അതുകൂടാതെ നമുക്ക് ഈസ് ജോയ് ആൻഡ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓൾ ഓഫ് ലൈഫ് കം ടു വിത്ത് ഈസ് ജോയ് ആൻഡ് ഗ്ലോറി, അതാണ് ആക്സസ് മന്ത്ര എന്ന് പറയുന്നത്. അതെല്ലാവരും ഉപയോഗിക്കേണ്ടത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാനൊരു PG ഡിപ്ലോമ യോഗയും കൂടി കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ രാവിലെ മോർണിംഗിൽ യോഗ ക്ലാസ് എടുക്കുന്നുണ്ട്. യോഗ ഒരു 5:30 എല്ലാ മോർണിംഗ് യോഗ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ലേഡീസിനും കിഡ്സിനും മാത്രമാണ് ആ യോഗ ക്ലാസ് എടുക്കുന്നത്. ആ യോഗ ക്ലാസ്സിൽ ഈ മാസം ഫ്രീ ആണ്. ആ ക്ലാസ് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് ഡേ കൊണ്ട് ഞാൻ വിചാരിച്ച ഒരു ഫ്രീ ക്ലാസ് എല്ലാവർക്കും എന്ന് വെച്ചാൽ അങ്ങനെ ഈ മാസം ഫ്രീ ആണ്. ചെറിയ ഫീസ് ആകുന്നുള്ളൂ. എല്ലാ ദിവസവും ഒരു മാസം 21 days ആ യോഗ ക്ലാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്പൺ ഹീലിംഗ് ചെയ്യുന്നുണ്ട്. അത് ഓൺലൈനായിട്ടാണ്, അങ്ങനത്തെ ഓൺലൈൻ. പക്ഷേ ആക്സസ് ബാർ നമുക്ക് ഓഫ്ലൈനേ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പണിങ് വളരെ റിസൾട്ട് ഹീലിംഗ് ആണ്. അത് ഞാൻ കുറേ പേരിൽ നിന്ന് ഓപ്പൺ ഹീലിംഗ് പഠിച്ചിട്ടുണ്ട്. എൻ്റെ കുറേ മാസ്റ്റേഴ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സസ് ബാറും ചെയ്യുന്നുണ്ട്. അത് ഓൾ ഓഫ് ലൈഫ് കം ടു വിത്ത് ഈസ് ജോയ് ആൻഡ് ഗ്ലോറി. അത് എല്ലാവരും രാവിലെ 10 times, രാത്രി 10 times ചാൻറ്റ് ചെയ്യുക. ഇപ്പോൾ സമയമുള്ളപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു കുറേ ക്യൂവിന് കാത്തുനിൽക്കുന്നു. അപ്പം നമ്മൾ വെറുതെ മറ്റുള്ള ഈ മൊബൈലൊക്കെ നോക്കി വെറുതെ മൊബൈൽ നോക്കാം, ആവശ്യമുള്ള മെസ്സേജ് നോക്കണം. എന്നാൽ ആ സമയത്ത് നമുക്ക് ഓൾ ഓഫ് ലൈഫ് കം ടു വിത്ത് ഈസ് ജോയ് ആൻഡ് ഗ്ലോറി നമുക്ക് ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ബ്ലസ് ചെയ്യുമ്പോൾ നമ്മളെ അനുഭവങ്ങൾ നമുക്ക് ഈസി ആയിട്ട് വരും എന്നാണ് പറയുന്നത്. പിന്നെ അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളോടൊന്ന് ചോദിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസൊക്കെ അതൊക്കെ ക്ലാസ്സിൽ വന്നാലേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇപ്പം വാട്ട് ക്യാൻ ഐ ബി ഡു ക്രിയേറ്റ് ഓർ ജനറേറ്റ് ദാറ്റ് വുഡ് മേക്ക് മൈ ലൈഫ് ആൻഡ് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. എൻ്റെ ലൈഫും ഈ വേൾഡും ബെറ്റർ പ്ലേസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളും പഠിക്കാനുള്ള അവസരങ്ങൾ, അങ്ങനെയുള്ള വ്യക്തികൾ, കുറച്ച് എൻലിറ്റൽ വ്യക്തികൾ, അവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവർ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പം വാട്ട് ക്യാൻ ഐ ബി ഡു ക്രിയേറ്റ് ഓർ ജനറേറ്റ്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ക്യാൻ ഐ ബി ഡു ക്രിയേറ്റ് ഓർ ജനറേറ്റ് ദാറ്റ് വുഡ് മേക്ക് മൈ ലൈഫ് ആൻഡ് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. ഓക്കെ, അതൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. എൻ്റെ ലൈഫും ഈ വേൾഡ് ബെറ്റർ പ്ലേസ്. നമ്മുടെ മൈക്കിൾ ജാക്സന്റെ പാട്ടാണ് ഓർമ്മ. അത് ലോകമെമ്പാടും ഒരുപാട് പേർക്ക് ഉത്തേജനം തന്നൊരു പാട്ടാണ്. അപ്പം ആ പാട്ടാണ് ഞാൻ ഓർത്തു പോകുന്നത്. അപ്പം ക്ലിയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയാലും നമ്മുടെ മാം പറഞ്ഞ പോലെ പോസിറ്റീവ് ഒന്നും നെഗറ്റീവ് ഒന്നും ഇല്ല, നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. നമ്മളൊന്നിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്തരം കുറേ നല്ല നല്ല കാര്യങ്ങൾ മാമിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചു. അത് എനിക്കും ഒരു പഠന ക്ലാസ്സാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും മാമിൻ്റെ അടുത്തേക്ക് വരിക, മാമിനെ വിളിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓഫ്ലൈനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആക്സസ് ബാർ എന്ന് പറയുന്നത് അല്ലെ, ഫേസ് ലിഫ്റ്റ് ആണെങ്കിലും എൻ്റെ ഹയർ കോഴ്സസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ പഠിക്കേണ്ടതാണ്. പിന്നെ റേക്കി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, മറ്റ് ഹീലിങ്സ്, ഹോപ്നോപ്പോനോ, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അപ്പോൾ അതൊക്കെ നമുക്ക് അല്ലാതെ അല്ലേ ഓൺലൈനായിട്ടൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ മാം വളരെ പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ട് ഇത്രയും നേരം വീഡിയോ സത്യം പറഞ്ഞ സമയം പോയത് പോലും അറിയില്ല എന്നുള്ളത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടം വരെ എത്തി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. മാമും ഹസ്ബൻഡുമായിട്ടാണ് വന്നത്. അപ്പോൾ തിരിച്ചു യാത്ര ചെയ്ത് പോകേണ്ടതാണ്. നമ്മൾ ഒരുപാട് പേര് മാമിലേക്ക് എത്തട്ടെ. ഒരുപാട് പേർക്ക് ഒരുപാട് തിരിച്ചറിവുണ്ടായി. ഒരു നല്ലൊരു ബെറ്റർ പ്ലേസ് അല്ലേ, മേക്ക് ദിസ് വേൾഡ് എ ബെറ്റർ പ്ലേസ് എന്നുള്ള മെസ്സേജിലോടുകൂടി നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അപ്പം ഇനിയും നമുക്ക് കാണാനിടയാവട്ടെ. എല്ലാവർക്കും ഇതുവരെ വീഡിയോ കണ്ടുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഒന്നുകൂടി പറയാം, ഞാൻ അഞ്ജന അലക്സ് ബ്ലോഗിലെ അഞ്ജന മാമിനും അലക്സ് സാറിനും നന്ദി പറയുന്നു. എന്നുവെച്ചാൽ ഇതിലൂടെ കുറേ യൂട്യൂബ് വീഡിയോസ് ഞാൻ കണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ
വളരെയധികം ഇൻസ്പയർ ആയിട്ടുണ്ട് ഇതിലെ വീഡിയോസ് ഉണ്ട് അഞ്ജന അലക്സ് വ്ളോഗിലെ. അപ്പോൾ അലക്സ് സാറാണെങ്കിൽ വളരെയധികം കഴിവുള്ളതാണ്. സാറിൽ നിന്ന് കുറേ എനിക്ക് നോളജ് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അങ്ങനെയുള്ള വ്യക്തികളായിട്ട് നമുക്ക് കണ്ടുമുട്ടാനുള്ള അവസരം ഈ ആക്സസിലൂടെ എനിക്ക് തോന്നുന്നു ആ ബോധം നമ്മൾ കുറച്ച് ഹയർ ആയാലേ പറ്റുള്ളൂ തോന്നുന്നത്. അതുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുകൊണ്ട് അലക്സ് സാറിനും അഞ്ജന മാമിനും ഒന്നുകൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് സ്പിരിച്വൽ ജേർണിയിലേക്ക് കൂടുതലായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു ഓൾ.